നമ്മുടെ ചേലക്കരയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഏതാണെന്ന് അറിയോ? മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഗ്രോസറി ഐറ്റംസ് ആണ്. നല്ല പ്രീമിയം ഐറ്റംസ് ആണ്, അതുപോലെ തന്നെ നല്ല ഓഫേഴ്സും ഉണ്ട്. പുട്ടുപൊടി, മുളക് പൊടി, അങ്ങനെ അടുക്കളയ്ക്ക് വേണ്ട എല്ലാ പൊടികളിലും അടിപൊളി ഓഫറാണ്. ഡെയിലി ടേബിളിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മിതമായ വിലയിൽ ഗുണമേന്മയോടുകൂടി ലഭ്യമാണ്. ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് ഐറ്റംസ് ആയ ഫ്ലവേഴ്സ് സെക്ഷൻ, ഫ്രെയിം സെക്ഷൻ, നല്ല ഭംഗിയുള്ള പ്ലേറ്റ് സെക്ഷൻ ആൻഡ് ഗ്ലാസ് സെക്ഷൻ ഒക്കെ ഉള്ളത്. അപ്പൊ ആരും മറക്കണ്ട, ചേലക്കര മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു. ജനപങ്കാളിത്തത്തോടെ ആറ്റൂർ സെന്ററിൽ വെച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. മഴക്കാലത്തെ മുൻനിർത്തി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ടം ആറ്റൂരിൽ ആരംഭിച്ചു. ആറ്റൂർ സെന്ററിൽ നടന്ന പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NS വർഗീസ് നിർവഹിച്ചു. ശുചീകരണത്തിന്റെ ഭാഗമായി ഇവിടെ പങ്കെടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, ഗ്രാമസേവകന്മാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാര്, നമ്മൾ ഈ പരിപാടി സമൂഹത്തിന് ഒരു സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ്. നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിലുള്ള മാലിന്യങ്ങൾ പൊതുനിരത്തിലേക്ക് വലിച്ചെറിയുന്ന സ്വഭാവമാണ് മലയാളികൾക്കുള്ളത്. അത് പാടില്ല എന്ന് ഗവൺമെന്റ്, അത് കേരള സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും ഗവൺമെന്റ് ശക്തമായ നിർദ്ദേശങ്ങളാണ് ആ കാര്യത്തിൽ കൊടുത്തിട്ടുള്ളത്. അനാവശ്യമായി മാലിന്യങ്ങള്, പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ കത്തിച്ചാൽ വളരെ ഭീമമായ സംഖ്യയാണ് അതിന് പിഴയായിട്ട് ഈടാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ മഴക്കാലപൂർവ്വ ശുചീകരണം എന്ന നിലയില് നമ്മളതിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മൾ നടത്തി. അതിനുശേഷം നമ്മുടെ 16 വാർഡുകളിലും അതേ തുടർന്ന് തന്നെ വെള്ളക്കെട്ട് ആയി കിടക്കുന്ന ചാലുകള് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ K. നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TC രാമകൃഷ്ണൻ, ആരോഗ്യ പ്രവർത്തകർ, ആറ്റൂർ അർഫ സ്കൂൾ വിദ്യാർത്ഥികൾ, ഹരിത കർമ്മസേന അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, സന്നദ്ധ പ്രവർത്തകർ, നാട്ടുകാർ എന്നിവർ ശുചീകരണ യത്നത്തിൽ പങ്കാളികളായി. നമ്മുടെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം ഓരോ ഘട്ടമായി ശുചീകരിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു മാസം മുൻപ് നമ്മൾ മുള്ളൂർക്കര സെന്റർ പൂർണ്ണമായും ഒരു ശുചീകരണ പ്രവർത്തനം നടത്തി. രണ്ടാം ഘട്ടം എന്നുള്ള രീതിയിലാണ് ഇന്ന് ആറ്റൂർ മനപ്പടിയിൽ വെച്ച് ഈ പരിപാടി നടക്കുന്നത്. ഒരു ദിവസം കൊണ്ട് നമ്മൾ വൃത്തിയാക്കിയതുകൊണ്ട് ഈ പരിസരം മുഴുവൻ വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയും എന്നുള്ള ഒരു അഭിപ്രായമൊന്നും നമുക്കില്ല. എന്നിരുന്നാലും ഒരു സന്ദേശമാണ്. വികസന സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ K. A. മുഹിയുദ്ദീൻ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി സഫിയ നന്ദിയും പറഞ്ഞു. മറ്റു പഞ്ചായത്ത് മെമ്പർമാരെ, വിവിധ തലത്തിൽ നിന്നുമുള്ള പ്രവർത്തനം ഇന്ന് മുള്ളൂർക്കര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വകാല ശുചിത്വ പരിപാടിയുടെ രണ്ടാം ഘട്ടം ആണ് ഇവിടെ നടക്കുന്നത്. ഇത് ഒരു സന്ദേശമായി ഉൾക്കൊണ്ട് നമ്മുടെ പ്രിയമുള്ള നാട്ടുകാർ ഇനിയും ഈ മാലിന്യങ്ങൾ കാനയിലേക്ക് വലിച്ചെറിയരുത് എന്നാണ് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCV.